നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പസ്വാമി രക്ഷിക്കണേ. എന്റെ അച്ഛനെ മാത്രം കാശുവാനാക്കണേ. എടാ എനിക്കെന്തോ ഒരു പേടി പോലെ. നീ പേടി പേടി എന്ന് പറഞ്ഞു നടന്നാൽ അവസാനം അവള് കുമാര കൊടുത്ത് അമ്മാവന്റെ മോനെയും കെട്ടിക്കൊണ്ട് പോകും. ആഹാ, അവളെ കുടുംബചരിത്രം മുഴുവൻ അറിയാലോ. വാൻ ചുടുവിൽ അവളെ വളക്കുണ്ടോ എനിക്ക്. ചുമ്മാ അമ്മാവ് ഉമ്മുക്കുൽസ് കേക്കണ്ട. ഒരു ഉമ്മുക്കുൽസ് അവളെ കാണാൻ നല്ല രസമുണ്ടല്ലോ. അങ്ങനെയല്ല, എന്റെ മരുമോളായിട്ട്. അല്ലെങ്കിൽ വേണ്ട, നാളെ പറയാല്ലേ. ഇന്നെ കർത്താവാണ്, പോയി പറയടാ. ചെല്ലടാ. ശരി, എന്താ ഇവിടെ അകത്ത് കേറിയില്ലേ? പ്രസാദം. കുളിച്ചില്ല. ഞാൻ കൂടെ വരായിരുന്നു വീട്ടിലോട്ട്. അച്ഛൻ ഇയാളെന്നെ ഒരുമാതിരി ബോവന് മോളിലെയും പട്ടിനെ കണക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. നീ എന്താ അമ്പലത്തില്? അല്ല, ഞാൻ ഈ വഴി വന്നപ്പോ വെറുതെ കേറിയതാ. വേണം വേണം വേണം, വെറുതെ കയറാൻ പറ്റിയ സ്ഥലമാണല്ലോ അമ്പലം. അങ്ങനൊന്നുമില്ല. അതെ, ഞങ്ങള് കൊല്ലത്തൊരു കല്യാണത്തിന് പോവാ. മോൻ വരുന്നോണ്ടേ കയറിക്കോ. വണ്ടി ഓടിക്കാനാ, ഡ്രൈവർ ലീവാ. ഇല്ല അങ്ങളെ, ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഉണ്ടോ? അപ്പൊ ഓക്കെ, ബൈ. ശരി മോനെ. ഞാൻ തന്നെ ലവ ഓടിക്കാം. ഇവനിങ്ങനെ നോക്കി വെള്ളർക്കാനേ യോഗുള്ളൂ. എന്താണടാ? ഹലോ ശരത്, ഒരു മിനിറ്റ്. ഒരു കാര്യം പറയണ്ട. ചാടയാൻ തോന്നുന്നുണ്ട്. ഹലോ, ഞാൻ കിഷോർ. ശരത്, എനിക്ക് ആക്ച്വലി ഒരു സഹായം വേണമായിരുന്നു. എന്താ? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ഈ നാട്ടിലുണ്ട്. ഇതിന്റെ പിന്നെ ചന്ദ്രലേനോ? അല്ലല്ല, ദുബായ്. തന്നെ. ഈ നാട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശരത്തിന്റെ നാട്ടിൽ. എന്ന് വെച്ചാ ശാരിയുടെ നാട്ടില്. മനസ്സിലായില്ല. പറയാം, നമുക്ക് വണ്ടിയിൽ സംസാരിക്കാം. അതൊന്നും വേണ്ട. AC ഉണ്ട്. പുറത്ത് വൈറ്റും ഉള്ളിൽ ബ്ലാക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കേരളസ് ക്ലൈമറ്റ് ഈസ് ഹോറിബിൾ. ആക്ച്വലി ഞാൻ കോളേജിൽ ശാരിയുടെ സീനിയറായിട്ട് പഠിച്ചതാ. കണ്ടാ പറയില്ല, ജൂനിയർ ആണെന്നേ തോന്നുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ശാരിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവക്കും തിരിച്ചങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു തോന്നല്. എന്നവള് പറഞ്ഞോ? അല്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നാലോ. ഇതിന്റെ അകത്ത് AC ഇട്ടില്ല എന്ന് എനിക്ക് തോന്നിന്. ആ ഇടുകയാണെ തോന്നല് മാറ്റി. തോന്നലാട്ടോ. അയ്യോ സോറി, മറന്നുപോയി. എനിക്ക് നല്ല ഓർമ്മ. ഇനി തോന്നല് മാറിക്കോ. നിങ്ങൾ ആരാ? അല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നോ കിഷോർ? ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഞാൻ അതിലേക്കാണ് വരുന്നത്. ശരത് എന്നെ ഒന്ന് സഹായിക്കണം. ശരത്തിനെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. അതാ എനിക്ക് വേണ്ടി ശാരിയോടൊന്ന് ഇതൊന്ന് അവതരിപ്പിക്കണം. ഒന്ന് സഹായിക്കില്ലേ പ്ലീസ്? അല്ല, വെറുതെ വേണ്ട, നിങ്ങൾക്ക് 3 പേർക്ക് ഇതിനുള്ള ഗുണമുണ്ടാവും. ശരത് പോലെ പോയോ? സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട. തീരുമാനങ്ങൾ എടുക്കുന്ന ഞങ്ങൾ 3 ആളും കൂടിയായി. ഇവിടുന്ന് 10 ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഞാൻ ഓനെ തിരിച്ചു വരും. എന്നാ നിനക്ക് ഞാൻ ബോണസ് തരും. ആണോ? എന്നാ 5 ഓട്ടോറിക്ഷ. ശരത്തെ നിക്ക് പറയട്ടെ. എടാ, മഹാലക്ഷ്മി മണ്ടന്റെ രൂപത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കൊഞ്ഞനെ കുത്താടെ തെണ്ടി. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ പറയണോ ഈ തെണ്ടിയെ കെട്ടാൻ? എടാ, നീ സമാധാനമായിട്ട് കേക്ക്. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ലല്ലോ. ആ സ്ഥിതിക്ക് കണ്ടാൽ അതിസുന്ദരനും പണക്കാരനുമായ ഒരു ഗൾഫുകാരന്റെ ആലോചന വന്നാൽ അവള് നോന്ന് പറയുമോ? പറയൂലേ? ഇല്ല, ഒരിക്കലും പറയില്ല. അമ്മാവാ. 4ാമത്തെ ഓട്ടോ. എടാ, ഇവനെ ഓളിഷ്ടാണെങ്കിൽ പറയരുത്. ഇന്ന് പറയും, നാളെ പറയും, മറ്റന്നാൾ പറയും. പറയാൻ വന്നപ്പോൾ അച്ഛൻ വന്ന് കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനിട്ട് വലിപ്പിക്കണം. എങ്ങനെയുണ്ട്? എടാ, ഇവൻ ഗൾഫ് പോണവരെ ഒരു മാസം ഇവന്റെ ചെലവിലുമ്പോ അടിച്ചു പൊളിക്കാം. ഇവനെ മനസ്സിലാവില്ലേ നമ്മള് വലിപ്പിക്കുകയാണെന്ന്? ഇവന്റെ ഐറ്റ് കണ്ടാൽ അറിയില്ലേ ഇവന് ബുദ്ധി ഒരു പൊട്ട ചിരിപ്പിക്കാണല്ലോ. അയ്യോ, ഈ മെറൂൺ ഷർട്ട് കളർ ഇളകുന്ന ഈ ബ്ലൗസിന്റെ ഒപ്പം തിരുമിയേക്കല്ലേ? അയ്യോ, ആഹാ,
മുൻവാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ പ്രഭാരം പുറവശത്ത് നിന്ന് എന്തെങ്കിലും ജോലി ചെയ്യുമായിരിക്കും. കണ്ടു പഠിക്കേ. രണ്ടാളും എവിടെയോ പോകാനുള്ള ഒരുക്കത്തിലാണല്ലോ. പോകാനല്ല, പോയിട്ട് വരുവാ. ഒരു സുഹൃത്തിന്റെ വെഡിങ് ആനിവേഴ്സറി. അല്ല, കല്യാണം അത് ഇന്നലെ. ഓ, വാ വാ നമുക്ക് അകത്തോട്ടിരിക്കാം. ഇന്നത്തെ അലക്ക് നേരത്തെ കഴിഞ്ഞല്ലോ. ഇത് ഇന്നലെ തുടങ്ങിയതാ. ഇതിനൊരു അവസാനം ഇല്ലേ? ചേട്ടാ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എവിടെ നമ്മുടെ കഥാനായകൻ കണ്ടില്ലല്ലോ? അവൻ എണീറ്റിട്ടുണ്ടാവില്ല. ആര് പറഞ്ഞു? അവൻ അമ്പലത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അവനെ നല്ല ഈശ്വരാധീനമുള്ള കുട്ടിയാ. കുട്ടാ ചായ എടുത്താ. ചായ ഒന്നും വേണ്ട, കരയോഗത്തിന്റെ മീറ്റിംഗ് ഉള്ളതാ. അതെ, വിധിയിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങൾ രണ്ടുപേരും. ശാരിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മോനെ വന്നല്ലോ കഥാനായകൻ. നീയും കൂടെ കേക്കണം. അവൾക്ക് വേണ്ടി ഒരു പയ്യനെ ആലോചിക്കുമ്പോ അത് നമുക്ക് അടുത്തറിയാവുന്ന ഒരാള് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതെ, അത് നന്നായി. നന്നായേ. ഈശ്വര, വെറുതെ തെറ്റിദ്ധരിച്ചു. പാവം അങ്കിൾ. ഈശ്വരാധീനം കൊണ്ട് അവളെ ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരാളെ ദൈവം കൺമുമ്പിൽ കാണിച്ചു തന്നു. അങ്കിളെ, പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇല്ല അച്ഛാ? ഉണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ. അത് ഇൻകം ടാക്സിലാണേ. ഈ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ടേ കല്യാണം നടത്താൻ പറ്റും. തൽക്കാലം ഒരു നിശ്ചയം നടത്താമെന്ന് വിചാരിച്ചു. ഇന്ന് സുഹൃത്തിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് പോയില്ലേ? ശേഖരൻ നായർ, അദ്ദേഹത്തിന്റെ മകനാ ഋഷികേശൻ നായർ. രണ്ടുപേരും നായരാണോ? പിന്നെ പേര് കേട്ട ഫാമിലി അല്ലയോ, പുത്തമ്പുരയ്ക്കൽ തറവാട്. അവര് ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണേ. ആരച്ഛനും മോനോ? അല്ലല്ല, മോനും ശാരിയും. ആ, അത് ശരി. പിന്നെ ഒരു ചടങ്ങിന് പെണ്ണ് കാണലുണ്ടെന്ന് മാത്രം. ദാറ്റ്സ് ഓൾ. ശാരി എന്ത് പറഞ്ഞു? അവളാകെ കൺഫ്യൂഷനില്ല. ആഹാ. എവിടുന്ന് സ്വർണം എടുക്കണം, എവിടുന്ന് സാരി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ചെറുക്കന്റെ വീട്ടുകാർ വരുന്ന ദിവസം അങ്ങോട്ട് വന്നേക്കണം കേട്ടോ. ശരത്തെ മറക്കല്ലേ. അവൾക്ക് ആങ്ങളുടെ സ്ഥാനത്തേക്കാൻ നീയേ ഉള്ളൂ. അയ്യോ മോനെ കുട്ടാ. തല കീഴായി വീണേ പൊന്നേ ശാരി. ഇപ്പൊ വേദനയുണ്ടോ? ഇതാരാ? മാമൻ, കുമാരമണത്തെ മാമൻ. അല്ലേലും മാമൻ ഒരു ശ്രദ്ധയില്ല. നല്ല സമയത്ത് ഇവൻ വീണത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ മാമനെ ഒന്ന് കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങൾ നേരത്തെ വരുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ 5-8 മാസല്ലേ ആയുള്ളൂ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. മോനെന്താ പറ്റിയത്? ഒന്ന് വീണു. Never mind. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. Where is it? My God. അടുത്ത ദിവസം പയ്യന്റെ വീട്ടിൽ നിന്ന് വരുമെന്നാ പറഞ്ഞത്. മാമൻ ഇവളെ ഒന്ന് അനുഗ്രഹിക്കണം. മോളെ, മാമന്റെ അനുഗ്രഹം വാങ്ങിക്കാം. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഞാൻ തട്ടിപ്പോകുന്നാ പറയുന്നത്? പെണ്ണ് കാണൽ എന്തിനാടി അനുഗ്രഹം? ബ്ലഡി ഫൂൾസ്. അയ്യോ അതല്ല, പിന്നീട് ഒരു മനോവിഷമം വേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാ. അല്ലേ ചേച്ചി? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒരു കുഴപ്പമില്ല, എല്ലാ ടെസ്റ്റും നെഗറ്റീവ്. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം. ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? പോവാം. എന്നാ ഞാനും മോളോട് ഇവരോട് അങ്ങ് പോവാ. വാ, കൂടെ വാ, വന്നോളൂ. ചേട്ടൻ ഇവിടെ നില്ലേ. എന്തിന്? അമ്മായി വന്നിട്ട് പോന്നാ മതി. രുക്മിണി, അമ്മായിയൊക്കെ ഇനി എപ്പോ വരാൻ? വരും. അതെ, നമ്മൾ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത് ശരിയല്ല. ഇതൊക്കെ തീരുമാനമായ കേസല്ലേ? നമ്മൾ നിന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഉണ്ട്. അമ്മായി വന്നിട്ട് പോന്നാ മതി. അല്ല പിന്നെ മോനെ സഹു, ഒരു ആപ്പിള് മുറിച്ച താതാ. ഞാനോ? പിന്നെ ഞാനോ? ഇപ്പോഴോ? ഇപ്പൊ തന്നെ. മുറിക്ക്. എന്തേ കത്തിയില്ലേ? കത്തിയല്ലേ കട്ടിലിൽ കിടക്കുന്നു. എന്തേ? കത്തി കിട്ടി. ഞങ്ങളഞ്ഞങ്ങിറക്കാം.